ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അനലൈസിൽ പറഞ്ഞ ലെവൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെവലിന് മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 35ഉം സെക്കൻഡ് ടാർഗറ്റ് 85ഉം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്ന് എന്തായാലും ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും അച്ചീവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു കൺസോൾട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നാളേക്ക്, അതായത് 28/10/2025 നാളെ ഇതുപോലെ 25,937 താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 25,868 വരെ ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റ് 25,800 റേഞ്ച് വരെയൊക്കെ നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് വെക്കാവുന്നതാണ്. ഇനി അപ്സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 26,000 ബ്രേക്ക് ചെയ്യാണ് സ്ട്രോങ് ആയിട്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 26,63 വരെയൊക്കെ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് 26,90 റേഞ്ചൊക്കെ നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് വെക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നേരെ ഭാരതി എയർടെൽ നോക്കിയാലോ. ഭാരതി എയർടെൽ എങ്ങനെയായിരുന്നു ഇന്നലെ നമ്മൾ റിയാക്ട് ചെയ്ത് പറഞ്ഞ പോലെ തന്നെ. ഇന്നലെ പറഞ്ഞത് നമ്മൾ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് സ്ട്രോങ് ആയിട്ട് കിട്ടി കഴിഞ്ഞാൽ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് 64 പറഞ്ഞ 2064 പറഞ്ഞ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള മൂവ്മെന്റും നമ്മുടെ ലെവലിലുള്ളതല്ല, അത് അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റിൽ തന്നെ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കുന്നു കേട്ടോ. ഇനി നാളത്തെ ഭാരതി എയർടെൽ എങ്ങനെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2094 മുകളിലേക്ക് ഒരു അപ്സൈഡിക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2094 മുകളിലേക്ക് സ്ട്രോങ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അപ്സൈഡിക്കുള്ള എൻട്രീസ് ഉണ്ടായിരിക്കുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2075 താഴെ 2075 താഴേക്ക് ഒരു ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 2064 വയ്ക്കുക. ഇവിടെ നിന്ന് റിവേഴ്സിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്സൈഡിക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2094 വരെ വീണ്ടും നമുക്ക് മറ്റേ ട്രേഡ് ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ. അതായത് 25,999, അതായത് 26,000 തന്നെ. 26,000 സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ആണെങ്കിൽ മാത്രം അപ്സൈഡിക്ക് നോക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്തേക്ക് ഒരു ചെറിയ സ്കാൽപ്പിംഗ് എന്ന രീതിയിലൊക്കെ നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 25,865 ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റ് 25,800 പറഞ്ഞ റേഞ്ചൊക്കെ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് എടുക്കാവുന്ന. ഡൗൺ സൈഡിക്ക് അപ്സൈഡിക്ക് ഈ ലെവൽ കഴിഞ്ഞതിന് ശേഷം മതി. പക്ഷെ ഒരു അപ്സൈഡിക്ക് ഇനി ഒരു മൂവ്മെന്റും സ്ലോ ആവാനാവും ചാൻസ് എന്ന് എൻ്റെ ഒരു തോന്നല്. നമുക്ക് ഉറപ്പില്ല. ഇനി നേരെ കുറച്ച് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 26,090 റേഞ്ചൊക്കെ നമുക്കൊരു റിവേഴ്സലായിട്ട് റിയാക്ട് ചെയ്യും, ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ കേട്ടോ. ഇനി അതല്ല, ഇതിവിടെ ബ്രേക്ക് ചെയ്തിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലോ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് അപ്സൈഡിക്ക് കാണാൻ സാധിക്കുമെന്ന്